എല്ലാ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഈ അഭിമുഖത്തിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് കഴിഞ്ഞ ഏതാനും നാളുകളായി പത്രമാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ച കേംബ്രിഡ്ജ് മേയർ ശ്രീ ബൈജു തിട്ടാല. കേരളീയർക്ക് അഭിമാനമാണ്. പ്രത്യേകിച്ച് UK-ലെ മലയാളികൾക്കും ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും അതീവ സന്തോഷം പകരുന്ന മലയാളികളുടെ ഒരു നേട്ടമാണെന്ന് തന്നെ നമുക്ക് പറയാം. അതോടൊപ്പം UK-ലെ ഒരു പ്രശസ്തനായ ഒരു ക്രിമിനൽ വക്കീലുമാണ് അദ്ദേഹം. കേരളത്തിലെ ഒരു സാധാരണ ഫാമിലിയിൽ ജനിച്ചു വളർന്ന് UK-യിൽ വന്ന ശേഷം സ്വന്തം പരിശ്രമത്തിലൂടെ ഒരു സോളിസിറ്ററായി, അതിനുശേഷം പിന്നീട് കേംബ്രിഡ്ജ് മേയർ എന്ന ഉന്നത സ്ഥാനത്തേക്ക് എത്തിയ ശ്രീ ബൈജു തിട്ടാലയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം ബൈജു. Thank you very much for inviting me for the show. Thank you. ഇന്ത്യൻ എക്സ്ക്ലൂസീവിന്റെ ഈ ക്ഷണം സ്വീകരിച്ച താങ്കൾ ഈ സമയത്ത് ഞങ്ങളോട് കൂടി വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ പ്രത്യേകം അത് അങ്ങേക്ക് നന്ദി പറയുകയാണ്. ശ്രീ മേയർ ബൈജു, ഒരു സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഉയർന്ന നിലയിലേക്ക് എത്താൻ കാരണമാക്കിയ സൂത്രം എന്താണ്? നമുക്കറിയാം താങ്കളുടെ കഠിനാധ്വാനമാണ്. പക്ഷെ ആരെങ്കിലും ഇങ്ങനെ ഒരു നേട്ടത്തിന് പിന്നിലെ ഒരു കടപ്പെട്ടിട്ടുണ്ടോ? എന്റെ വൈഫും മക്കളുമാണ് മെയിനായിട്ട്. വൈഫിന്റെയും മക്കളുടെയും. കാരണം അവര് ഇപ്പൊ പോലും അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഓടിക്കൊണ്ടിരുന്നത്. കാരണം നമ്മുടെ ടൈമിങ്ങും കോർട്ടും കൗൺസിലും എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ അവരുടെ ഒരു ബാക്ക് ബോണോടുകൂടിയാണ് കാര്യങ്ങൾ കൃത്യമായി ഞാൻ കൊണ്ടുപോകുന്നത്. ഇവൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇവൻ എൻ്റെ പിള്ളേരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പെയിൻ അനുഭവിച്ചിട്ടുള്ളത്. കാരണം ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് 2 പിള്ളേർ, LLB കഴിയുമ്പോൾ എനിക്ക് 2 പിള്ളേരുണ്ട്. അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് തുടങ്ങിയപ്പോഴത്തേക്കും ഒരാളുടെ 3 പേരെ, 3 പിള്ളേരെയും കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ഓടിച്ചത്. ഇവൻ പൊളിറ്റിക്സ് പോലും. അപ്പൊ അത് കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റാരോടുമല്ല, എൻ്റെ മക്കളോടും ഭാര്യയോടുമാണ്. തീർച്ചയായിട്ടും എല്ലാ മലയാളികളും പുറത്തു വരുമ്പോൾ അവര് കഷ്ടപ്പെടുകയും അവരുടെ ജീവിത സഹപാഠിയും കുടുംബവുമായിരിക്കും ഒരു പക്ഷേ അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നത്. ഒരു രാഷ്ട്രീയ വീക്ഷണത്തോടു കൂടി രാഷ്ട്രീയത്തിലേക്ക് വരാൻ എന്താണ് കാരണം? അങ്ങയുടെ ഫാമിലിയിൽ ആരെങ്കിലും രാഷ്ട്രീയത്തിലുണ്ടായിരുന്നോ? അല്ല, വളരെ പാവപ്പെട്ട കുടുംബത്തിലെ ആളാണ് ഞാൻ. അപ്പം കാശില്ലാത്തവനൊന്നും ഇന്ത്യയിൽ രാഷ്ട്രീയത്തിൽ പഞ്ചായത്തിൽ പോയിട്ട് എന്തായി പറയുന്നത്, കാശുള്ളവർക്കൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പറ്റില്ല. അല്ല, കാശില്ലാത്തവർക്കൊന്നും, പാവപ്പെട്ടവരൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പറ്റില്ല. പണ്ട് നമ്മുടെ K. കാമരാജോ അല്ലെ അതുപോലെ വളരെ കുറച്ച് ആളുകൾ വന്ന് വിട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ കാശുള്ളതല്ലാതെ എന്ത് 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 പൊളിറ്റിക്കൽ ചാൻസ് ഇന്ത്യയിൽ? രാഷ്ട്രീയം ഇളകി മറിയുന്ന ഒരു സമയമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ് താങ്കൾ ഈ UK-യിൽ വന്ന ശേഷം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ശേഷം എന്താണ് ഇതിലൊരു വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങൾക്ക് താങ്കൾക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്? ഇതില് വ്യക്തിപരമായി പറയാനുള്ള ഇതാണ്, അതായത് ഈ വെസ്റ്റേൺ പൊളിറ്റിക്സ്, ഇവിടെ ആവട്ടെ, നിങ്ങളുടെ അവിടെ ഇറ്റലിയിലാവട്ടെ, അമേരിക്കയിലാവട്ടെ, വെസ്റ്റില് മെറിറ്റ് മാത്രമാണ് ഒരു ഫാക്ടർ. അല്ലാതെ ഇന്ന അച്ഛൻ്റെ ആളാണോ, ഇന്ന മകന്റെ ആളാണോ, അല്ലെങ്കിൽ ഇന്ന കുടുംബത്തിലെ ആണോ. ഞാനൊക്കെ ഇപ്പൊ പോലും ഞാൻ കേട്ടിട്ടുണ്ടോ ഇന്ന ആളുടെ മാനാ കേട്ടോ, എന്താ അവർക്ക് ഇന്ന ആളുടെ മാനായതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്? ഈ ഒരു മകനായ, അതായത് ഒരു മകനായാലും നമ്മുടെ ഒന്നും രാഷ്ട്രീയം പറഞ്ഞ് പിടിച്ചു നിൽക്കില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. നമ്മളാരും ഇത് ഇൻഹെറിറ്റൻസി കിട്ടുന്നൊന്നും അല്ലെന്നേ. ഇത് നമ്മുടെ രാഷ്ട്രീയം, വായന, പഠനം, നമ്മുടെ രാഷ്ട്രീയം നമ്മൾ എങ്ങനെ കാണുന്നു, എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഈ രാജ്യത്തെ എൻ്റെ അപ്പൻ, അതായത് കോട്ടയം ജില്ല വിട്ട് പുറത്തു പോയി കാണുകയല്ല, കൂലിപ്പണിക്കാരനായിരുന്നു, കണ്ടത്തി പണിക്കാരനായിരുന്നു. ആ പുള്ളിക്കാരൻ്റെ മകനെ ഞാനിവിടെ വന്ന് കേംബ്രിഡ്ജ് മേയറായെങ്കിൽ കേരളത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ വാർഡില് ബൂത്ത് പ്രസിഡന്റ് പോലും ആവില്ല. നമ്മുടെ സിസ്റ്റം എത്രയോ അർഹതപ്പെട്ട അതിന്റെ തന്നെയാണ് നമ്മുടെ സിസ്റ്റം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എത്രയോ അർഹതപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. അവർക്ക് ഇതുവരെയും ഒരു MLA പോലും ആകാനുള്ള സാധ്യത. MLA വിട് സാറേ, അതായത് പഞ്ചായത്ത് മെമ്പറിനെ പറ്റി തുടങ്ങാം നമുക്ക്. എത്രയോ കഴിവുള്ള ആളുകൾ. അപ്പോൾ മെറിറ്റോക്രസിയുടെ കാര്യം അങ്ങ് പറഞ്ഞു. പക്ഷെ അതൊരു പക്ഷേ UK-യിൽ കുറച്ചുകൂടെ വ്യക്തപരമായിട്ട് മെറിറ്റോക്രസിയാണ്. ഇറ്റലിയിൽ വരുമ്പോൾ റെക്കമെൻഡേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അന്തർധാരകളിലുണ്ടെന്ന് നമുക്ക് വേണം പറയാൻ. പക്ഷേ
ഈ മെറിറ്റോക്രസിയുടെ കൂടെ റേഷ്യൽ പ്രോബ്ലംസ് അങ്ങേക്ക് ഒരു രാഷ്ട്രീയത്തിലേക്ക് വരാൻ ബുദ്ധിമുട്ടായിട്ടുണ്ടോ അതോ എളുപ്പമുണ്ടായിരുന്നു? എളുപ്പം, ഞാൻ അതിനൊക്കെ നേരെ ഇന്ന് ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. മുണ്ടും മടക്കി കുത്തി വട്ടം കയറി നിൽക്കുന്ന ആളാണ്. എനിക്കത് എന്റെ അടുത്ത് വന്നാൽ അതിനെ ഞാൻ എങ്ങനെ അഡ്രസ്സ് ചെയ്യുമെന്നുള്ള പൂർണ്ണ ബോധ്യം എഴുതുകാർക്കുണ്ട്. ഞാൻ സമ്മതിക്കില്ല എന്ന് അവർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് മുണ്ടും മടക്കി കുത്തി ഞാൻ നിൽക്കുന്നവർക്ക് അറിയാം. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ശല്യം ഉണ്ടായിട്ടില്ല. ഒന്നോ രണ്ടോ ഇൻസിഡൻസിലേക്ക് ഉണ്ടായ അത് ഒരു പക്ഷേ എന്റെ ഫീലിങ്സ് എന്തോ തന്നിട്ടുണ്ട്. എനിക്ക് അവരാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായും ഉണ്ടായാൽ ഞാൻ സമ്മതിക്കില്ലാത്ത കൃത്യമായ ബോധ്യം അവർക്കുണ്ട്. ഓക്കെ, കേരളത്തിൽ നമ്മളിപ്പം കണ്ടുവരുന്ന ഒരു കാര്യം, കേരളത്തിൽ പഠിക്കുന്നവരെല്ലാം യുവാക്കൾക്ക് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് കുടിയേറുവാനുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വളരെ വലിയ തുകകൾ കടമെടുത്ത് ബാങ്കിൽ നിന്നൊക്കെ അവർ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അങ്ങയുടെ അഭിപ്രായം എന്താണ് ഇതിനോട്, ഈ കുടിയേറുന്നതിനോട്? അല്ലെ, ഈ കുടിയേറുന്നതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ കുടിയേറിയില്ല, ഞാൻ ഗതി കിട്ട് കുടിയേറിയ ആളല്ല. നമുക്ക് കുടിയേറ്റത്തിന് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. പക്ഷേ ഈ ഞാനൊക്കെ വന്ന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. വന്ന് പിറ്റേ ദിവസം തന്നെ നമുക്ക് ജോലി, അല്ലെ വൈഫിന് ജോലി ചെയ്ത് നമ്മൾ ആ കൂട്ടത്തിൽ ഇങ്ങനെ വരിക ചെയ്തത്. മറിച്ച് ഇപ്പൊ വരുന്ന ഈ കുട്ടികൾ വരുന്നത് ലോൺ എടുത്ത് വന്നാൽ ഇവരുടെ കാര്യത്തിന് ഒരു തീരുമാനമാകും. പ്രത്യേകിച്ച് നോൺ മെഡിക്കൽ കോഴ്സുകൾ ചെയ്യുന്നവർ, ഞാൻ തുടക്കം മുതൽ പറയുന്നുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്, നോൺ മെഡിക്കൽ കോഴ്സുകൾ വരുന്നവരുടെ അവസ്ഥ വലിയ ഗുരുതരമായ പ്രശ്നമാവും. അത് പ്രശ്നമായി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനിപ്പോ തന്നെ. അതായത് ഏതെങ്കിലും ഒരു കോഴ്സ് കണ്ട് അതിന് വേണ്ടിയിട്ട് വിസ എടുത്ത് ലോൺ എടുത്ത് അങ്ങോട്ട് വരുന്നതിനോട് താല്പര്യമില്ല, അത് അവർക്ക് തന്നെ ബുദ്ധിമുട്ടാകുമെന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത്. ഞാനത് ഡിസ്കറേജ് ചെയ്യുക തന്നെ ചെയ്യും. ഞാനത് ഡിസ്കറേജ് ചെയ്യുക തന്നെ ചെയ്യും. എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഈ നമ്മളുടെ ഈ പുറത്തേക്ക് പോകുന്നതോടുകൂടി ഒരു ബ്രെയിൻ ഡ്രെയിനേജ്, അതായത് എന്താണ്, ബുദ്ധിമാന്മാർ പുറത്തേക്ക് പോകുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ടോ? ചേട്ടാ, അതിപ്പോ ഈ പ്രൊഫസർ ജോസ്, ഇപ്പൊ നമ്മുടെ വീട്ടില് നല്ല മഴ ഇടിച്ചു കുത്തി മഴ പെയ്യുകയാണ്. ഓട് പൊട്ടിക്കിടക്കുക, അപ്പം വെള്ളം അകത്തേക്ക് വരികയാണ്. അപ്പൊ നമ്മുടെ വീട്ടിലെ കാർന്നവരാണ് ആദ്യം അത് അടയ്ക്കാൻ ശ്രമിക്കേണ്ടത്. കാർന്നവർ അടയ്ക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നമ്മളെ കൂടെ രക്ഷപ്പെടൂലേ? കേരളത്തിലും ഇന്ത്യയിലും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇത് അടയ്ക്കേണ്ടത്. അവർക്ക് ഇതിനൊന്നും നേരെയില്ല. ഓടി രക്ഷപ്പെടുക എന്നല്ലാതെ എന്ത് ചെയ്യാൻ? വളരെ വളരെ രസകരമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് അങ്ങ് പറഞ്ഞത്. തീർച്ചയായിട്ടും നേരാണ്. നമ്മുടെ രാജ്യത്തുള്ള നേതാക്കന്മാർ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി കാണുകയും ഒരു 25 വർഷത്തേക്കും എങ്കിലുമുള്ള ഒരു മുൻവിധിയോടുകൂടി വേണം എല്ലാവരും രാജ്യം ഭരിക്കുവാൻ. പക്ഷേ അതിൻ്റെതായിട്ടുള്ള 25, എന്റെ പൊന്ന് സാറേ, 25 ദിവസത്തെ എങ്കിലും മതി. 25 വർഷമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തൊരു പത്തറ്റിക്ക് സിറ്റുവേഷനാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്തവണ നാട്ടിൽ കോട്ടയത്ത് നിന്ന് അല്ല എറണാകുളത്ത് നിന്ന് നമ്മള് ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ ഇറങ്ങി നമ്മുടെ നാട്ടിലേക്ക് വണ്ടിയെ പോകുമ്പോൾ ഈ നമ്മുടെ ഏറ്റുമാനൂർ ഇപ്പുറത്ത് പട്ടിത്താനത്ത് വണ്ടി റെഡ് ലൈറ്റ് നിർത്തിയിട്ടിരിക്കുകയാണ്. ഒരാള് വണ്ടിയുടെ മുമ്പിലേക്ക് ചാടി വന്ന ഒരു പ്ലക്കാർഡ് പോലത്തെ ഒരു സാധനമായിട്ട്. ഞാൻ അതിന്റെ ഫോട്ടോയും എടുത്തു. ഞാൻ ചോദിച്ചു, ചേട്ടാ ഞാൻ ഫോട്ടോ എടുത്തോട്ടെ? എടുത്ത് പറയുന്നു. അതായത് പുള്ളിക്കാരന്റെ ഭാര്യ ആശുപത്രി കിടക്കുകയാണ്, ട്രീറ്റ്മെന്റിന് കാശില്ല. ഈ പുള്ളിക്കാരൻ വഴി നീളെ തെണ്ടുകയാണ്. മനസ്സിലായോ? ആ സിസ്റ്റമാണ് നമ്മുടെ രാജ്യത്ത് നിൽക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയക്കാർ. അപ്പോൾ അതിനൊരു മണിക്കൂറുകൾക്ക് ശേഷമാണ് നമ്മുടെ ഈ കോട്ടയം ജില്ലയിൽ തന്നെ ഒരു ലയന സമ്മേളനം നടന്നത്. ഈ ലയന സമ്മേളനം കേരളത്തിലെ 2 പ്രൈവറ്റ് ഹോസ്പിറ്റൽ മെർജ് ചെയ്യാണ്. ലയന സമ്മേളനം. നമ്മുടെ ലോക്കൽ പൊളിറ്റീഷ്യൻസ് മുഴുവൻ അവിടെയുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു കിലോമീറ്റർ പോലും ഇല്ല, അല്ല സോറി, ഒരു 3-4 കിലോമീറ്റർ കൂടുതലില്ല. അവിടെ ഒരാൾ വഴിയിൽ നിന്ന് തെണ്ടുകയാണ്. എന്റെ ഭാര്യയ്ക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇതിന് കാശ് തരാം. എന്റെ ഇരിപ്പുണ്ട് ആ ഫോട്ടോ ഇപ്പോഴും. ആ ഒരു സിസ്റ്റം നിൽക്കുന്നത് നമ്മൾ ഇവരോട് എന്ത് പറയാൻ? പിള്ളേർ പോകുന്നതിന് അവരെ കുറ്റമുണ്ട്, വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. അങ്ങയുടെ അഭിപ്രായത്തിൽ ഈ ബ്രെക്സിറ്റ് എങ്ങനെ, നല്ലതായിരുന്നോ, ഒരു നല്ല തീരുമാനമായിരുന്നോ? അത് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്കണോമിക്കൽ ലോസസ് ഉണ്ടാകുമോ? ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു ബ്രെക്സിറ്റ്. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പ് ഈ ബ്രിട്ടനുമായി അത്രയ്ക്ക് ജിയോഗ്രാഫിക്കലി കണക്റ്റഡ്. ആ ബ്രെക്സിറ്റ് യൂറോപ്യൻ യൂണിയനിൽ വരുന്ന ഏത് തീരുമാനങ്ങളും എന്ത് തീരുമാനങ്ങളും ബ്രിട്ടനെ ഒരു പരിധിയല്ല മറ്റൊരു പരിധിയിൽ അഫക്ട് ചെയ്യുന്നതാണ്. ആ പോളിസികൾ ഫോം ചെയ്യുമ്പോൾ ബ്രിട്ടൻ എങ്ങനെയാണ് അതിനകത്ത് ഒഴിവായി മാറി നിൽക്കാൻ പറ്റുക? എൻ്റെ ഒരു വിശ്വാസം എന്താണെന്നറിയോ? ഉടനെ ആയിരിക്കത്തില്ല. ഞാൻ ലേബർ പൊളിറ്റീഷ്യനായിട്ട് പറയുകയല്ല, മേയറായിട്ട് പറയുകയല്ല, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ ഞാൻ പറയുകയാണ്.
ഞാൻ ഈ യൂറോപ്യൻ യൂണിയൻ ലോയും അതിന്റെ ഹിസ്റ്ററിയും പഠിച്ചയാളാണ്. ഞാൻ ഒരു കാര്യം, ഇത് ഇന്നുണ്ടാവോ നാളെ ഉണ്ടാവോ എന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ബ്രിട്ടൻ യൂറോപ്പിലേക്ക് തിരിച്ചു പോകും. എനിക്കങ്ങനെ ഒരു സംശയമില്ല. അത് ഞാനും ചേട്ടൻ നമ്മൾ രണ്ടും ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാവുമോ, നമ്മുടെ മക്കളുടെ കാലത്ത് ഉണ്ടാവുമോ, ഐ ഡോണ്ട് നോ. ബട്ട് അവിടെ ചെന്ന് എത്തുന്നുള്ളത് എനിക്ക് ഒരു സംശയമില്ല. ഇത് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. തീർച്ചയായിട്ടും യൂറോപ്പിനോട് അടുത്ത് കിടക്കുന്ന യൂറോപ്പിന്റെ വൺ ഓഫ് ദി ഫൗണ്ടേഴ്സ് എന്ന് പറയാം. അപ്പൊ അവര് ഇതിൽ നിന്ന് വിട്ടുപോയത് വളരെ ഒരു മോശകരമായിട്ട് വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊക്കെ റൈറ്റ് വിങ് പ്രോപ്പഗാൻഡയാണ്, അല്ല എന്താണ്? ഈ കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് UK അസഹിഷ്ണുത മറ്റുള്ള രാജ്യക്കാരോട് വളർന്നു വരുന്നതായിട്ടുള്ള പല വീഡിയോസ് നമ്മൾക്ക് കാണുവാൻ സാധിച്ചു. വാസ്തവത്തിൽ ഇതുപോലെയുള്ളൊരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? അതായത് അത് ഉണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ തന്നെയാണോ? അത് എന്താണ് അതിന്റെ കാരണങ്ങളൊക്കെ? നമ്മളൊന്നും അതിന്റെ ഒരു കാരണമല്ല. ഇവിടെയുള്ള റൈറ്റ് വിങ്ങേഴ്സ് ആണ്. അത് പണ്ടും ഉണ്ടായിരുന്നു, നാസി ഉണ്ടായിരുന്നു. എന്ത് വിഷയം വന്നാലും ഇമിഗ്രൻസിന്റെ പൊക്കത്തി കയറുന്ന ഒരു പരിപാടി അന്നുകൊണ്ട് ഇന്നുകൊണ്ട് 1992 അതായത് 1092 എനിക്ക് തോന്നുന്നത്. പണ്ട് കിങ് ജോൺ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഇവിടെയുള്ള ആളുകളെ, ഇവിടെയുള്ള ഈ ഇമിഗ്രൻസിനെ മുഴുവൻ നാട് കടത്തി, അതുകൊണ്ട് പൈസ മുഴുവൻ മേടിച്ചു. ഇയാളെ എവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ആദ്യം കിടക്കാൻ പാടാത്ത ഈ ഇമിഗ്രൻസിനാണ്. അതന്നെ റൈറ്റ് വിങ് അജണ്ടയാണത്. അതിന് നമ്മൾ എന്ത് ചെയ്യാനായിട്ടാണ്? ഇവിടുത്തെ സിസ്റ്റം കറക്റ്റായി അഡ്രസ് ചെയ്തു, ഒറ്റ ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് അടിച്ചു നിൽക്കില്ല, എല്ലാവരും പിടിച്ചകത്തിട്ട് ആ വിഷയം അവിടെ തീർന്നു. അത് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിലെ കാര്യമാണ് പറയും. ഇന്ത്യയിൽ ഇവിടെ 4-ാമത്തെ ദിവസം മുതൽ കംപ്ലീറ്റ് അറസ്റ്റ് തുടങ്ങി. വിതിൻ എ വീക്ക് കംപ്ലീറ്റ് ആളുകൾ പിടിച്ചകത്തിട്ട്. നമ്മുടെ മണിപ്പൂരിൽ ഈ വിഷയം ഉണ്ടായിട്ട് 85-86 ദിവസം ഇപ്പോഴും നടന്നു. ഇപ്പോഴും അതിനെ കൃത്യമായി അഡ്രസ് ചെയ്തു. ഒരു ഗവൺമെന്റ് ലെവലിൽ ഒരിക്കലും ഇതുപോലെയുള്ള ആക്രമണങ്ങളെ അവർ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇപ്പം നമ്മളെപ്പോലെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ കാണാം, ഭരിക്കുന്ന ഗവൺമെന്റ് പോലീസിനെ അയച്ചു വിടുന്നു, അവര് ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യേണ്ടവരെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷയം UK ഇല്ല, യൂറോപ്പിൽ ഒരു സ്ഥലത്തും ഇല്ലെന്ന് തോന്നുന്നു, അല്ലേ? ഒരു സ്ഥലത്തുമില്ല. പോലീസിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു സ്റ്റേറ്റ് ഇന്റർവെൻഷൻ അതില്ല. പോലീസ് വേറെ, സ്റ്റേറ്റ് ഉണ്ട്, സ്റ്റേറ്റിന്റെ ഭാഗമാണ് പോലീസ്. പക്ഷെ പോലീസ് ഒരു കാരണവശാലും സ്റ്റേറ്റ് അത് ആരെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പോലീസിന് കേൾക്കുകയില്ല. അത് അവരുടെ ഡിസ്ക്രിപ്ഷൻ, അത് ലീഗൽ പ്രോസസ്സാണ്. നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതാണ്. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ നാട്ടിൽ ഇപ്പൊ നടക്കുന്ന ഈ കോമാളിത്തരങ്ങളില്ലേ, അതായത് ഒരു MLA ഇരുന്ന് പറയുകയാണെങ്കിൽ ഇനി ഞാൻ സീക്രട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ പുള്ളിക്കാർ ഫോൺ ടാപ്പ് ചെയ്യുന്നു, ഫോണുകളെല്ലാം ഓക്കെ. ഇവിടെയാണെങ്കിലോ ആ മനുഷ്യനെ വെളിച്ചം കാണില്ല. എന്നിട്ടും അവരങ്ങോട്ടും ഇങ്ങോട്ടും, ചേട്ടൻ കേരളത്തിൽ നിന്ന് പിള്ളേർ ഓടിപ്പോകുന്നത് നമ്മൾ ആരെ കുറ്റം പറയുന്നേ? ഇവരെയല്ലേ പറയണ്ടേ? തലയ്ക്ക് മോളെയുള്ള ഒരുത്തനെങ്കിലും അവിടെ നിൽക്കാൻ ആഗ്രഹിക്കും. ഒരു MLA വന്നിരുന്ന് പറയുകയാണ്, ഞാൻ ഇവിടെ ഫോൺ ടാപ്പിംഗ് നടത്തുന്നുണ്ടെന്ന്. എന്നിട്ട് അവൻ വിരിഞ്ഞ് നടക്കുകയല്ലേ കൂടെ. സത്യം പറഞ്ഞാൽ അവിടുന്ന് പോന്നു നന്നായി എനിക്ക് വല്ലപ്പോഴും തോന്നാറുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് വളരെ ദാരുണമായിട്ടുള്ള ചില സീനുകൾ നടന്നു. പക്ഷെ അതൊന്നും നമ്മളിവിടെ പറയുന്നില്ല. പക്ഷെ അതൊക്കെ ഞാൻ ഞാനിത് കാണുന്നത് നിർത്തി കേട്ടാ. കാരണം നമ്മുടെ ടോളറൻസ് ലെവൽ ഉണ്ടല്ലോ, അതൊക്കെ കടന്നുപോയത്. ആർക്കും അമ്മനും ആശാനുമില്ല. കുറെ ആളുകൾ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നു. ആരെയും പേടിക്കാനില്ല, കോടതിയെ പേടിയില്ല, പോലീസൊക്കെ അവരുടെ കയ്യില. കുറെ രാഷ്ട്രീയക്കാര് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. UK ഇപ്പൊ നമ്മൾ അറിയാം, കേരളത്തിൽ നിന്ന് നമ്മളുടെ സഭ, അതായത് ഓറിയന്റൽ സഭയൊക്കെ നമ്മളെ പരിരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുടിയേറുന്നുണ്ട്. അതായത് ആളുകൾ പോകുന്നതിന് പുറമെ. പക്ഷെ പല സ്ഥലങ്ങളിലും ഇവർ തമ്മിലുള്ള ആ ഒരു കൾച്ചറൽ കോൺഫ്ലിക്റ്റുകൾ നമുക്ക് കാണാം. പലപ്പോഴും ജനങ്ങളുമായിട്ട് ഒന്നിച്ചു പോകാൻ കഴിയുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ കേരളത്തിൽ നിന്ന് സഭ നമ്മളെ നയിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? സംഗതികൾ എന്റെ അഭിപ്രായത്തിൽ ഇല്ലെന്നുള്ളതാണ്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യമാണ്. ഞാൻ ഒരു കഥയല്ല, ഒരു സംഭവം പറയാം. ഒരു ആള് വന്നിച്ച് പറഞ്ഞു, ഇന്ന ആള് ഇന്നടത്ത് പോയി. പോലീസ് ഇൻവോൾവ് ആയ കേസുകളാണ് ഞാൻ പറയുന്നത്. എനിക്ക് കോൺഫിഡൻഷ്യാലിറ്റി ക്ലോസ് ആവാൻ ഞാൻ മിണ്ടുന്നില്ല. അതായത് അതിപ്പോ പഠിക്കില്ല, പതുക്കെ മനസ്സിലാവുള്ളൂ. ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം. അല്ല, അതൊക്കെ ഞാൻ പലരോടും വളരെ സീരിയസ് ആയ രീതിയിൽ ഇതിലൊരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ കൈവിട്ട് പോകാൻ സാധ്യതയുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ ഇതിൽ ഗുരുതരമായ പ്രശ്നം ഉണ്ടാകുമെന്ന്
മുന്നറിയിപ്പ് കൊടുക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കതിലൊക്കെ കൺസേൺ ഉള്ള ആളുമാണ്. രാജ്യത്തിരുന്നിട്ട് നമുക്ക് കേരളത്തിലെ ശ്വാസം ഒന്നും വലിക്കാൻ പറ്റില്ല. ഇവിടെ ശ്വാസമുണ്ട്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്തൊരു ഇവിടെയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ആയി നിൽക്കുന്ന, ഇവിടെയൊക്കെ ആയിട്ട് മനസ്സിലാക്കുന്ന, നമ്മുടെ ഹ്യൂമാനിറ്റി അതിലൊക്കെ മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു 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 അവയർനെസ്, ഒരു കമ്മ്യൂണിറ്റി ഗാദറിംഗ് ഒക്കെ ഉള്ള നല്ലതാണെന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അത് വിതിൻ ദ ലീഗൽ ഫ്രെയിമിലായിരിക്കും. അല്ല, കോണ്ടസ്റ്റ് മാറി ഇപ്പം നമ്മളറിയാം, നമ്മുടെ കുട്ടികളൊക്കെ ജീവിക്കുന്ന ആ ഒരു കോണ്ടസ്റ്റ് സ്കൂളുകൾ അവിടെ ഒരു ഫ്രീ ലിബറൽ സൊസൈറ്റിയാണ്. അപ്പം നമ്മൾ എത്രമാത്രം കഠിനമായിട്ടുള്ള എഡ്യൂക്കേഷൻ ഫോർമാറ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ അവർ നമ്മളുടെ കുടുംബത്തിൽ വൈകുന്നേരം 7 മണി മുതൽ രാവിലെ 8 മണി വരെയാണ് നമ്മളോട് കൂടെ ജീവിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരുടെ വ്യവഹാരം, അവർ ജീവിക്കുന്നത് വേറൊരു സൊസൈറ്റി കൾച്ചറിൽ. അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും ഇവിടെ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞാൽ ആരും പള്ളി വരുന്നില്ല എന്നുള്ളത് ഇത് നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് പുതിയ സാഹചര്യത്തിൽ ഒരു മാറ്റങ്ങൾ വരുത്തണം എന്നാണ് അങ്ങയുടെ അഭിപ്രായം, അല്ലേ? തീർച്ചയായിട്ടും. അത് ആയില്ലേ ആയിക്കോളും. ഇവിടെ ഒന്നും നമ്മൾ ഇത് ഈ വെസ്റ്റേണൈസ്, നമ്മളൊക്കെ ഗതി കെട്ട് നാട്ടിൽ നിന്ന് വണ്ടി കയറി, നമ്മുടെയൊക്കെ സാമ്പത്തികം ഉണ്ടായി, പണിയെടുത്ത് സാമ്പത്തികം ഉണ്ടായി. ഇതിന്റെ നല്ല മാത്രമല്ല, ഇതിന്റെ മോശമായ മോശം എന്ന് ഞാൻ പറയുന്നില്ല. ഏത് സൊസൈറ്റിയിലാണോ നമ്മൾ ജീവിക്കുന്നത്, ആ സൊസൈറ്റിയുടെ ഭാഗമായി മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ എത്ര മക്കൾ കേരളത്തിൽ പോയി ഒരു 2 ആഴ്ച 3 ആഴ്ചക്കുള്ളിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന പിള്ളേരുണ്ട്? ഇല്ല, അവർക്ക് പറ്റില്ല. അവരിവിടുത്തുകാരാണ്. അത് എൻ്റെ പിള്ളേരും ചേട്ടൻ്റെ പിള്ളേരും നമ്മുടെ അയൽക്കാർ എല്ലാവരും അങ്ങനെയാണ്. അവർ ആ ഫ്രീഡത്തിലാണ്. നമ്മുടെ കളറും അവരുടെ കളറും ഒന്നുകൊണ്ട് കാര്യമില്ല. അവർ ഇവിടെ ജനിച്ചു വളർന്ന പിള്ളേരാണ്. അവർക്ക് അവരുടെ രീതിയുണ്ട്, അവർക്ക് അവരുടെ വേ ഓഫ് ലൈഫ് ഉണ്ട്. അതിലൊന്നും ഇന്റർവ്യൂ ചെയ്യാൻ അവർ സമ്മതിക്കില്ല. UK കുടിയേറാൻ ഇനിയും ആഗ്രഹിക്കുന്നവർക്ക് സാധ്യതയുണ്ടോ? അവർക്ക് എന്തുപദേശമാണ് അങ്ങ് നൽകുന്നത്? അതിന് നോക്കി കണ്ടൊക്കെ ഇറങ്ങാവുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അതായത് മെഡിക്കൽ കെയറിലൊക്കെ ആണെങ്കിൽ, മെഡിക്കൽ കോഴ്സുകളിലൊക്കെ ആണെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ നത്തിങ് ബിയോണ്ട്. അതോടൊപ്പം തന്നെ എം എ അക്കൗണ്ടിങ്, BA ഇൻ ഹോസ്പിറ്റാലിറ്റി അഡ്മിനിസ്ട്രേഷൻ, ഇതൊക്കെ ചുമ്മാ കോമഡിയാണ്. ഇത് 2 നമ്മുടെ നാട്ടിലുള്ള ഈ ഏജന്റുമാരെ മുഴുവൻ പിടിച്ച് റെഗുലേറ്റ് ചെയ്യണം. എന്താണ് ഇവർ കാണിക്കുന്നത്? ഇവർക്ക് തന്നെ അവർ എന്റെ പോലെ ഇതല്ലേ കാത്രി പൂലകം എന്ന് പറഞ്ഞാൽ തുടങ്ങിയിരിക്കുകയാണ്. അല്ല, അതിന് ഏജന്റുമാര് ഒക്കെ പലരും വളരെ വളരെ കോടീശ്വരന്മാരായിട്ടുണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിൽ കൂടെ. ഈ കോടീശ്വരന്മാരാണ് നമ്മുടെ രാജ്യത്തിന്റെ ദൂരം. അതുകൊണ്ടാണ് നമ്മളെപ്പോഴൊക്കെയുള്ള ഗതിവിട്ട് നാട് വേണ്ട വന്നത്. കോടീശ്വരന്മാർ എല്ലാവരും വേദനിക്കുന്ന കോടീശ്വരന്മാർ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിൽ വന്നു. അപ്പൊ ഇറ്റലിയുമായിട്ട് കണ്ട ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഇറ്റലിയിലൊക്കെ ഞാൻ അവിടെ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അവിടെയാണ്. ഇറ്റലി ഞാൻ പോയതും നേപ്പിൾസിലാണ്. അവിടെ എനിക്കൊരു 50p കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു വീട് ഓഫർ ചെയ്തു. 50 യൂറോ കൊടുക്കുക, 50 സെന്റ് കൊടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ആ വീട് റിപ്പയർ ചെയ്യണമെങ്കിൽ 50,000 പൗണ്ട് വേണം. അത് അവിടെയുള്ള ആൾ ഇട്ടച്ച് പോന്നിരിക്കുന്നതാണ് വീടുകളൊക്കെ. അപ്പൊ എന്നെ അവിടുത്തെ ഒരു കൗൺസിലിൽ ഗസ്റ്റ് ആയിട്ട് വിളിച്ചായിരുന്നു. അപ്പം അവിടെയുണ്ട് ഈ ഡയസ്പൊറ ആളുകൾ, മാസ് മൈഗ്രേഷൻ ഉണ്ട്, അവിടെയുണ്ട്. പക്ഷെ അവിടെയൊക്കെ അല്പം കൂടെ നമ്മുടെ അത്രയും ഭീമമായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എങ്കിലും അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ നവംബർ 13-ാം തീയതി പാപ്പൽ വിസിറ്റ് ആണ് എൻ്റെ. ഓക്കെ, അപ്പൊ അന്നേരം നമ്മൾ വീണ്ടും കാണും. വിശദമായിട്ട് നമ്മൾ അന്നേരം സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ. അതോടൊപ്പം തന്നെ ഈ ക്രിമിനൽ വക്കീലായ സ്ഥിതിക്ക് ഇപ്പം എന്തുകൊണ്ടാണ് ആ ഒരു വക്കീലാകാൻ വേണ്ടി മാത്രം താങ്കൾ ഹോസ്പിറ്റലിൽ ഉള്ള എഡ്യൂക്കേഷൻ അങ്ങനെയുള്ളതിന് പോകാതെ എന്തുകൊണ്ടാണ് ഈ ഒരു ലോയർ ആകണമെന്ന് ഉള്ള ആഗ്രഹം വന്നത്? അതെനിക്ക് തോന്നുന്നു, എനിക്കത് വലിയ താല്പര്യം. ഞാൻ ഭയങ്കര ആർഗ്യുമെന്റേറ്റീവാണ്, ആരോടും ആർഗ്യൂ ചെയ്യും. എനിക്കിഷ്ടമാണ് ആർഗ്യൂ ചെയ്യുക, നമ്മൾ പഠിച്ചിട്ട് ആർഗ്യൂ ചെയ്യുന്നത് എനിക്കൊരു ഇഷ്ടമാണ്. മേയർ എന്ന നിലയ്ക്ക് എന്തുമാത്രം സമയം അങ്ങേക്ക് ചെലവഴിക്കാനുണ്ട് അവിടെ? അയ്യോ, അത് ഒത്തിരി ഉണ്ട്. ഒരാഴ്ച മിനിമം ഒരു 50 മണിക്കൂറെങ്കിലും അത് തന്നെയുണ്ട്. ഓക്കെ. അപ്പോൾ അതിന്റെ സിറ്റിനെ റെപ്രസെന്റ് ചെയ്ത് പോകുന്ന ഇവന്റുകൾ വേറെ,
തിയേറ്ററിങ്ങുകൾ വേറെ ഇതൊക്കെ കൂടി. അടുത്ത മാസം കണ്ട് അന്ന് കെനിയയിൽ ഒരു ഒഫീഷ്യൽ ഇവന്റ് കെനിയ ഗവൺമെന്റ് വിളിച്ചിട്ടുണ്ട്. ഉം. ഇതൊന്നും പോകാൻ പറ്റില്ല എന്ന് പറയാനും പറ്റില്ല ഒരവസ്ഥയാണ്. അപ്പോൾ വളരെയധികം നന്ദി. ഇത്രയും സമയം ഞങ്ങളോടുകൂടെ തിരക്കുള്ള അങ്ങേക്ക് തിരക്കിനിടയിൽ നമ്മോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിൽ ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെയും എൻ്റെയും പേഴ്സണൽ ആയിട്ട് ഞാൻ നന്ദി പറയട്ടെ. അതോടൊപ്പം അങ്ങയുടെ ആ ഒരു യാത്ര വളരെ ഉയരങ്ങളിലേക്ക് പോകട്ടെ. ഒരു മന്ത്രിയായിട്ട് ഇനി നമുക്ക് കാണാൻ കഴിയട്ടെ എന്നുള്ളത് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ സമയം ഞങ്ങളോടുകൂടി ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി. നമസ്കാരം. താങ്ക് യു. കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്.